എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പെസഹ കൽത്തപ്പമാണ്. പെസഹ അപ്പം ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ചിലർ പുഴുങ്ങിയെടുക്കുന്ന ഇൻട്രിയപ്പം ഉണ്ടാക്കാറുണ്ട്, ചിലർ പെസഹ അപ്പമായിട്ട് കലത്തപ്പം ഉണ്ടാക്കാറുണ്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇത് രണ്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ചുട്ടെടുക്കുന്ന പെസഹ കൽത്തപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ കലത്തപ്പം നമുക്ക് ഏത് ദിവസം വേണേലും ഉണ്ടാക്കാം, പക്ഷേ ഇൻട്രിയപ്പം നമ്മൾ പെസഹ ദിവസം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പെസഹ കൽത്തപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഉണക്കലരി ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇവിടെ പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. പിന്നെ ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. എന്തോരമാണോ അരി എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി അളവിലായിരിക്കണം ഉഴുന്നെടുക്കേണ്ടത്. ഉഴുന്നൊന്ന് വറുത്തെടുത്ത ശേഷം വേണം വെള്ളത്തിലിട്ട് വയ്ക്കാനായിട്ട്. അരി വാഷ് ചെയ്തതിന് ശേഷം കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്ന് വറുത്തെടുക്കാം. ഉഴുന്ന് വറുത്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളർ ആവുന്ന വരെ വറുത്തെടുക്കാം. ഉഴുന്നെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് വേണം വറുത്തെടുക്കാനായിട്ട്. ഇനി ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത ശേഷം വെള്ളത്തിൽ 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അപ്പത്തിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം, വേറെ ഓയിലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് 1 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ എന്തോരം കൂടുതലിടുന്നോ അത്രയും ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തെല്ലാം നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഈ സെയിം എണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഏകദേശം 200 ഗ്രാം ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചുവന്നുള്ളി എന്തോരം കൂടുതൽ ചേർക്കുന്നോ അപ്പത്തിന് അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. ഇനി ഇതും ഗോൾഡൻ കളർ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്താൽ മതി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഉള്ളിയെല്ലാം ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുക്കണ്ട. ഓവറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം വേവുന്ന സമയത്ത് ഉള്ളിയെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയും മതി. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഈ സെയിം എണ്ണയിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കറിവേപ്പിലയും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അരി 4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം ഡ്രെയിൻ ചെയ്യാനായിട്ട് ഒരു സ്ട്രെയിനറിൽ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട്. ഉഴുന്ന് വറുത്തതിന് ശേഷം സോക്ക് ചെയ്യാനായിട്ട് 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് ചേർക്കാനായിട്ട് 1/2 ടീസ്പൂൺ ജീരകവും 2 വലിയ അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ 3-4 ചേർക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരി മിക്സിയുടെ ജാറിലിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് പൊടിച്ചെടുക്കണം. ഒരുപാട് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്, ചെറിയ തരിതരിപ്പോട് കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തൊന്ന് അരച്ചെടുക്കാം. എത്രത്തോളം കുറച്ച് വെള്ളം ചേർക്കാമോ അത്രത്തോളം കുറച്ച് വെള്ളം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് ഫൈനായിട്ട് അരയ്ക്കണ്ട, ചെറിയ ചെറിയ തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി ഇത് അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല, വെള്ളമാണെങ്കിലും മതി. തേങ്ങാപ്പാലിൽ കുഴച്ചെടുത്താൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. അതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർക്കുന്നതെന്ന് മാത്രം. ഒരുപാട് ഒന്നിച്ചങ്ങ് ഒഴിക്കരുത്, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം കൂടി പോകരുത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരുപാട് നേരം അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അപ്പം ചുട്ടെടുക്കാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ട്രഡീഷണലായിട്ട് ഇത് ഉണ്ടാക്കുന്നത് വറകലത്തിലാണ്. വറകലത്തിൽ അടിയിൽ നിന്ന് തീ കത്തിക്കും, പിന്നെ മുകളിൽ മൂടി വെച്ച ശേഷം മുകളിൽ കനലൊക്കെ ഇട്ട് കൊടുത്ത ശേഷം ആണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം മുകളിൽ നിന്നും താഴെ നിന്നും ഒന്നിച്ച് ചൂടടിച്ചിട്ടാണ് ഇത് വെന്ത് കിട്ടുന്നത്.
ഇപ്പോൾ എൻ്റെ കയ്യിൽ വറകലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ പാനിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്ത ശേഷം ബാക്കി വന്ന വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. എണ്ണ ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് നിരത്തി കൊടുക്കാം. സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും, ഉള്ളിലൊന്നും വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം കൂടുതൽ എടുത്തിട്ട് വേണം ഒന്ന് മൊരിയിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു സൈഡ് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടണം. മറിച്ചിടുമ്പോൾ പ്രത്യേകം സൂക്ഷിക്കണം, ഇത് പെട്ടെന്ന് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 2 തവിയൊക്കെ ഉപയോഗിച്ച് സൂക്ഷിച്ച് മറിച്ചിടണം. ഇപ്പം നമ്മളിതിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉള്ളിയും തേങ്ങാക്കൊത്തൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം ബാക്കിയുണ്ടായിരുന്ന ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ സൈഡ് വഴി ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടുത്ത വശം കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പെസഹ കൽത്തപ്പം ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെസഹ കൽത്തപ്പം പെസഹയുടെ ദിവസം മാത്രമല്ല, ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അതേസമയം പെസഹയ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന ഇൻട്രിയപ്പവും പാലും അത് പെസഹ ദിവസം മാത്രമാണ് ഉണ്ടാക്കുകയുള്ളൂ. ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.